രാമായണം അയോധ്യാകാന്ഡം 13-ാം ദിവസം. ഭരതൻ ദുഃഖവിഹ്വലനായി ഭൂമിയിൽ വീണ് വിലപിക്കുവാൻ തുടങ്ങി. അച്ഛാ, ദുഃഖസമുദ്രത്തിൽ എന്നെ ആഴ്ത്തിയിട്ട് അങ്ങെവിടെ പോയി? ഗുണനിധി, എന്നെയും രാജ്യഭാരവും രാഘവന്റെ കയ്യിൽ സമർപ്പിക്കാതെ ഞങ്ങളെ പിരിഞ്ഞങ്ങ് എവിടെ പോയി? ഞങ്ങൾക്കിനി ഉടയോരായി ആരുണ്ട്? പുത്രൻ ഇങ്ങനെ കരയുന്നത് കേട്ട് കൈകേയി ഭരതനെ എഴുന്നേൽപ്പിച്ച് കണ്ണുനീര് തുടച്ച് ആശ്വസിപ്പിച്ച് മാതൃവാക്യങ്ങൾ കേട്ടിട്ട് ദുഃഖത്തോടെ ഭരതൻ ചോദിച്ചു, അമ്മേ, അച്ഛൻ മരിച്ചിരുന്ന സമയത്ത് ഒന്നും പറഞ്ഞില്ലേ? ഭരതന്റെ ചോദ്യം കേട്ട് കൈകേയി പറഞ്ഞു, രാമനെയും ലക്ഷ്മണനെയും സീതയെയും ചൊല്ലി വിലപിച്ചാണ് അദ്ദേഹം മരിച്ചത്. ഇത് കേട്ട ഭരതൻ പിതാവ് മരിക്കുന്ന സമയത്ത് രാമനും സീതയും ലക്ഷ്മണനും ഇല്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ കൈകേയി പറഞ്ഞു, ദശരഥ മഹാരാജാവ് രാമന് അഭിഷേകം മുടക്കി. അതിന് കാരണം ഞാൻ പറയാം. നിന്റെ അച്ഛൻ പണ്ട് എനിക്ക് 2 വരം തന്നിരുന്നു. അതിലൊന്ന് നിന്നെ രാജാവായി വാഴിക്കണമെന്നും മറ്റേത് രാമൻ വനത്തിൽ പോകണമെന്നും. ഈ 2 വരങ്ങളും ഞാൻ നിന്റെ പിതാവിനോട് ആവശ്യപ്പെട്ടു. സത്യപരായണനായ രാജാവ് രാജ്യം നിനക്ക് തരികയും രാമനെ കാനനത്തിലേക്ക് അയക്കുകയും ചെയ്തു. സീത പാതിവൃത്യനിഷ്ഠയോടുകൂടി ഭദ്രസമേതം ഗമിച്ചു. ലക്ഷ്മണനും രാമനെ അനുഗമിച്ചു. അവരെപ്പറ്റി ചിന്തിച്ച് രാമ എന്ന് ജപിച്ചുകൊണ്ടാണ് നിന്റെ പിതാവ് ദേവലോകം പ്രാപിച്ചത്. ഭരതന്റെ വിലാപം. ദുഃഖസമുദ്രേണ നിമജ്ജമായേതൊരു ദിക്കിനു പോയതു ഭൂപതേ, എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തന്നുടെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞെങ്ങു പോയിക്കൊണ്ടു പിതാവേ ഗുണനിധേ. ഞങ്ങൾക്കു ആരുടെയോരായിനി ദൈവമേ? പുത്രനീ വണ്ണം കരയുന്നതു നേരം ഉദ്ധാപ്യ കൈകേയി കണ്ണുനീരും തുടച്ചാശ്വസിച്ചിടുക. മുഖേന കിം ഫലാ ഈശ്വര കൽപ്പിതമെല്ലാം അറിക നീ. ഹാ താതാ, ദുഃഖസമുദ്രേ നിമജ്ജമാം ഏതൊരു ദിക്കിനു പോയതു ഭൂപതേ, എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തന്നുടെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞങ്ങു പോയിക്കൊണ്ടു പിതാവേ ഗുണനിധേ. ഞങ്ങൾക്കു ആരുടെയോരിനി ദൈവമേ? പുത്രനീ വണ്ണം കരയുന്നതു നേരം ഉദ്ധാപ്യ കൈകേയി കണ്ണുനീരും തുടച്ചാശ്വസിച്ചിടുക. ദുഃഖേന കിം ഫലമീശ്വര കൽപ്പിതമെല്ലാം അറിക നീ. അഭ്യുദയം വരുത്തിയിടിനെ ഞാൻ, തവ ലഭ്യമെല്ലാമേ ലഭിച്ചതറിക നീ. മാതൃവാക്യം സമാകർണ്യം ഭരതനും ഖേദപരവശ
ചേതസാ ചോദിച്ചു. ഏതാനുമൊന്നു പറഞ്ഞതില്ലേ മമതാതൻ മരിക്കുന്ന നേരത്തു മാതാവേ. ഹാ രാമ രാമ കുമാര സീതേ മമ ശ്രീരാമ ലക്ഷ്മണ രാമ 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 സീതേ ജനകസുധേതി പുനരാതുരനായി വിലപിച്ചു മരിച്ചിതു. താതാനതു കേട്ട നേരം ഭരതനും മാതാവിനോട് ചോദിച്ചാർ, അതെന്തയ്യോ താതൻ മരിക്കുന്ന നേരത്തു രാമനും സീതയും സൗമിത്രിയും അരികത്തില്ലേ എന്നതു കേട്ടു കൈകേയിയും ചൊല്ലിനാൾ, മന്നവൻ രാമനഭിഷേക ആരംഭ്യ സന്നദ്ധനായത് കണ്ട നേരത്തു ഞാനെന്നുടെ നന്ദനൻ തന്നെ വാഴിക്കേണം എന്നു പറഞ്ഞഭിഷേകം മുടക്കിയേൻ. നിന്നോടതിൻ പ്രകാരം പറയാമല്ലോ, നിന്നോടതിൻ ഇപ്രകാരം പറയാമല്ലോ. രണ്ടു വരം മമ തന്നു തവ പിതാ, പണ്ടതിലൊന്നിനാൽ നിന്നെ വാഴിക്കെന്നും. രാമൻ വനത്തിന് പോകുന്നു, മറ്റതും ഭൂമിപൻ തന്നോടിതു കാലമർത്ഥിച്ചേ. സത്യപരായണനായ നരപതി പൃഥ്വീതലം നിനക്കു തന്നു, രാമനെ കാനനവാസത്തിനായി അയച്ചിടിനാൻ. ജാനകീ ദേവി പാതിവൃത്യമാലംബ്യ ഭർത്താസമം ഗമിച്ചിടിനാളാശു സൗമിത്രിയും ഭൂതാവിനോട് കൂടെ പോയാ. ഭർത്താസമം ഗമിച്ചിടിനാശു സൗമിത്രിയും